Hi all. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമേജ് ഡയമെൻഷനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിക്സലിനെ കുറിച്ച് പറഞ്ഞു. ഇത് റിലേറ്റ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു, രണ്ട് ടൈപ്പ് ഗ്രാഫിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ആ രണ്ട് ടൈപ്പ് ഗ്രാഫിക്സിൽ ഒന്ന് റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു. ആ റാസ്റ്റർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ പിക്സൽ കൂടി ചേർന്ന് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, സോ പിക്സൽ എന്താണെന്ന് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പിക്സലിനെ റിലേറ്റ് ചെയ്ത് വരുന്ന അടുത്ത കാര്യമാണ് ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഈ ഇമേജ് ഡയമെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല ഇമേജ് ഡയമെൻഷൻ എന്താണെന്ന്. പക്ഷേ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ മൂവിയും ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് HD മൂവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇമേജ് ഡയമെൻഷനകത്ത് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താണ് ഇമേജ് ഡയമെൻഷൻ എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമ്പർ ഓഫ് പിക്സൽസ് ഇൻ width and height of an image is called image dimension. അതായത് ഒരു ഇമേജിന്റെ വിഡ്ത്തിലും ഹൈറ്റിലും വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് പിക്സലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇമേജ് ഡയമെൻഷൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഇമേജ് എടുത്താലും ഒരു വീഡിയോ എടുത്താലും അതെന്താണ്, അത് 2D ആണ് അല്ലേ. അത് രണ്ട് പ്രോപ്പർട്ടി ആണുള്ളത്, വിഡ്ത്തും ഹൈറ്റും. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇമേജ് ഡയമെൻഷൻ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഈച്ച് ഇമേജ് ഹാവ് ഇറ്റ്സ് ഓൺ ഡയമെൻഷൻ. ദാറ്റ് മീൻസ് ഓരോ പർട്ടിക്കുലർ ഇമേജിനും അതാത് ഇമേജ് ഡയമെൻഷൻ ഉണ്ട്. നിങ്ങൾ ഏത് ഇമേജ് എടുത്ത് നോക്കിയോ ഏത് വീഡിയോ എടുത്ത് നോക്കിയോ, അത് മൊബൈലാണെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുക, കമ്പ്യൂട്ടറാണെങ്കിലും നിങ്ങൾ ആ കമ്പ്യൂട്ടറിൽ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടി കാണിക്കും. ആ ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. എല്ലാ ഇമേജിലും എല്ലാ വീഡിയോയ്ക്കും എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഡയമെൻഷൻ ഉണ്ട്. ഓക്കെ, അല്ലാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ ഇമേജിനും ഒരേ ഡയമെൻഷനും എല്ലാ വീഡിയോയ്ക്കും ഒരേ ഡയമെൻഷനും അല്ല. ഓരോ ഇമേജിനും ഓരോ വീഡിയോയ്ക്കും പല പല ഡയമെൻഷനാണ് വരുന്നത്. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു ഇമേജിൽ പിക്സലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എന്തായാലും ആ ഇമേജിന് നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഒരു ഇമേജിന് പിക്സലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ആ ഇമേജിന് നല്ല ക്ലാരിറ്റി കാണും. നേരെ മറിച്ച് ആ ഒരു ഇമേജിന് പിക്സലുകളുടെ എണ്ണം കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഇമേജിന് വളരെ ലോ ക്വാളിറ്റി ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ HD ഇമേജ് HD വീഡിയോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുന്നത്. അതായത് ഒരു TV നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചെല്ലുവാണ്, നമ്മളവിടെ 3 ഫാക്ടറുകൾ ചെക്ക് ചെയ്യും. ഇതിനകത്തൊന്ന് ടിവിയുടെ സൈസ്, എത്ര ഇഞ്ച് TV ആണെന്നുള്ളത്. 2 എന്താണ്, ആൻഡ്രോയിഡ് TV അല്ലെങ്കിൽ സ്മാർട്ട് TV ആണോ എന്നുള്ളത്. തേർഡ് വൺ വന്നിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്, നമ്മുടെ TV ഫുൾ HD ആണോ അല്ലെങ്കിൽ HD ആണോ എന്നുള്ളത്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഫുൾ HD എന്ന് പറയുന്നത് എന്താണ്, HD മീൻസ് HD സ്റ്റാൻഡ്സ് ഫോർ ഹൈ ഡെഫിനിഷൻ എന്നാണ്. ഓക്കെ, ഒരു HD ഇമേജ് അല്ലെങ്കിൽ ഒരു HD മൂവിയുടെ അല്ലെങ്കിൽ ഒരു HD TVയുടെ ഡിസ്പ്ലേ ഡയമെൻഷൻ വരുന്നത് 1280 × 720 ആണ്. അതായത് 1280 × 720 ആണ് അതിന്റെ ഡയമെൻഷൻ വരുന്നത്. നമ്മളൊരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു വീഡിയോനെ ഇമേജ് ഡയമെൻഷൻ വഴി റെപ്രസെന്റ് ചെയ്യുന്നതാണ് 1280 പിക്സൽ × 720 പിക്സൽ. അങ്ങനെയാണ് നമ്മൾ ഇമേജ് ഡയമെൻഷൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫൂട്ടേജിന്റെ അല്ലെങ്കിൽ ഒരു HD ഇമേജിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1280 പിക്സൽ × 720 പിക്സൽ. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 720p എന്ന് പറഞ്ഞിട്ടാണ്, 720p എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യുന്ന മൂവീസിന്റെ ഒക്കെ ടൈറ്റിലിന്റെ കൂടെ എഴുതിയിട്ടുണ്ടാവും 720p അല്ലെങ്കിൽ HD റിപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്, അതിന്റെ ക്വാളിറ്റീനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഫുൾ HD റെസൊല്യൂഷനിലേക്ക് നമുക്ക് നോക്കാം. ഫുൾ HD വരുമ്പോൾ 1920 പിക്സൽ × 1080 പിക്സൽ, അതായത് 1920 × 1080 ആണ്. ഫുൾ HD ഇമേജിനകത്തോ ഫുൾ HD വീഡിയോ ഫുട്ടേജിനകത്തോ വരുന്നത് 1920 × 1080 ആണ് അതിന്റെ ഡയമെൻഷൻ വരുന്നത്, ഒരു വീഡിയോ ഡയമെൻഷൻ വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഏതിനായിരിക്കും, ഫുൾ HD ആയിരിക്കും. അവിടെയാണ് പിക്സലുകളുടെ എണ്ണം കൂടുതൽ. എവിടെയാണോ പിക്സലുകളുടെ എണ്ണം കൂടുതൽ വരുന്ന ആ ഒരു പർട്ടിക്കുലർ ഇമേജിനും അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഫുട്ടേജിനും നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും. എന്താണ് ഇമേജ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഇമേജ് ഡയമെൻഷൻ എവിടെയൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, ഇമേജ് ഡയമെൻഷനിൽ വരുന്ന വേരിയേഷൻ, ഇമേജ് ഡയമെൻഷൻ കൂടുമ്പോഴും കുറയുമ്പോഴും വരുന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും. നിങ്ങൾ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുക. ഒരിടയ്ക്ക് ചാനലുകളൊക്കെ ഭയങ്കര അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു, HD ചാനൽ എന്ന് പറഞ്ഞിട്ട്, ഏഷ്യാനെറ്റ് HD, സൺ HD എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഭയങ്കര അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ആ ഒരു HD ചാനലുകൾ കാണുന്നവർക്ക് മനസ്സിലാവും സാധാ ചാനലും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നല്ല ഹൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും എന്തിന്, HD ചാനലിന്. നോർമൽ ചാനൽ എന്ന് പറയുന്നത് ഒരു DV മോഡലാണ്, അതായത് 720 × 576 ആണ്
നോർമൽ ചാനലിന്റെ ഡയമെൻഷൻ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു HD ചാനൽ വന്നു കഴിയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫുൾ HD ചാനൽ വന്നു കഴിയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ വ്യത്യാസം വരും. അതായത് അവിടെ പിക്സലുകളുടെ എണ്ണം കൂടും. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഫുൾ HD സൈസ് ഉണ്ടല്ലോ, 1920x1080 എന്ന് പറയുന്ന ആ ഒരു സൈസിലേക്കാവും ഈ ഫുൾ HD ചാനലുകൾ. അപ്പോൾ ആ ചാനൽ നോർമലി നമ്മൾ കാണുമ്പോൾ എന്താണ്, അതിന് വളരെ ക്വാളിറ്റി, ഒരു ഹയർ ക്വാളിറ്റി ആയിരിക്കും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ HD ചാനലിനും നോർമൽ ചാനലും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അത് വെച്ചിട്ടായിരുന്നു അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെ, നമ്മളിപ്പോൾ നോർമൽ ചാനലിന്റെ റേറ്റ് ആയിരിക്കില്ല ഒരു HD ചാനലിൽ വരുന്നത്, റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് എന്ത് ഇമേജ് ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. സോ ഇതാണ് ഇമേജ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെക്ഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.